ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി അച്ഛൻ്റെ ഫാമിലി ആരൊക്കെയാണ്, എവിടെയാണ്, എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ ഫാമിലിയിൽ ഞങ്ങളുടെ വലിയച്ഛൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഉറങ്ങി എനിക്കാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. ഞാനൊരു 6:30 ആകുമ്പോൾ സൗണ്ട് പോയി. ഞാനൊരു 6 മണിയാകുമ്പോൾ എനിക്ക് എണിക്കാനേ പറ്റുന്നില്ല. അയ്യോ, എന്നിട്ട് കണ്ണൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ച് എണീറ്റു. പിന്നെ എനിക്ക് മടിയാവുന്നു. ഞാൻ വീണ്ടും കിടന്നു. എന്നിട്ടൊരു 7 മണിയാകുമ്പോൾ അലാറം വെച്ചു. 7 മണിക്ക് അലാറം അടിച്ച്. അപ്പോഴും എനിക്ക് എണിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് എണീറ്റിട്ട് ആദർശയുടെ അടുത്തേക്ക് എനിക്ക് വയ്യ എന്നൊക്കെ ഭാഷണം പറഞ്ഞു. കുറച്ചും കൂടി സമയം ഉറങ്ങിക്കുമെന്ന്. അങ്ങനെ ഒരു 8 മണി വരെ ഇപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എന്നാലും ഇപ്പം എണിക്കാൻ പറ്റുന്നില്ലേ. ഇപ്പോൾ ഇങ്ങനെ പോകാനുള്ളതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ 8:30-9 മണിക്കാവട്ടെ ഇപ്പം എനിക്കുമ്പോൾ. ഇപ്പം അങ്ങനെ എനിക്ക് ശീലമായിട്ടേ ഇപ്പോൾ 7 മണിക്കൊക്കെ എനിക്കാന്ന് പറയുന്നത് എന്തോ വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് മഴയും ഇന്ന് കുറച്ച് മഴയ്ക്കൊരു ഇതുണ്ട് കേട്ടോ. ഇന്നെല്ലാം ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും പൊന്നൂസിനെ നമ്മൾ ഇന്നലെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൃശ്ശൂർ പോകാണ്ട് ഇന്ന് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് തൃശ്ശൂർ പോകണം. അപ്പോൾ എന്തായാലും ഞാൻ ചായക്കടിക്ക് സെറ്റാക്കട്ടെ കേട്ടോ. ഇനി ഞാൻ വേഗം ചായക്കുള്ള പരിപാടി നോക്കണം കേട്ടോ. ചായക്ക് വലിയ പണിയൊന്നുമില്ല. ചായ വെക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ചപ്പാത്തി ചൂടാക്കാം. നമ്മൾ തലേന്ന് പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിക്കറി ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ വേഗം സെറ്റാക്കേണ്ടതാണ്. പിന്നെ കുറച്ച് പാത്രം നമ്മൾ ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിനി വീട്ടിൽ വെച്ചിട്ട് തിളപ്പിച്ചുവിട്ട് ആരും കഴിക്കില്ല. അപ്പോൾ കുറച്ച് ബാക്കിയുള്ളതൊക്കെ പൈശുവിൻ്റെ വെള്ളത്തിലിട്ട് ആ പാത്രമൊക്കെ കഴുകിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകി ഇതാക്കുമായിരുന്നു. ഞാൻ ഈ മണത്തോക്കണത് വേറെ ഒന്നല്ല കേട്ടോ, ചോറ് കേടായിട്ടുണ്ടാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് നമ്മളേക്ക് മാതൃശാടെ എനിക്ക് കേട്ടോ. ആദർശായിട്ട് എന്നിട്ട് വേണം എൻ്റെ ബ്ലൗസ് തയ്ച്ചത് വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം ചേട്ടത് വാങ്ങിച്ചു കൊടുന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ എൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് പുട്ടി കൂടിയപ്പോൾ അത് തോന്നുന്നുണ്ടാവും ഒന്നൊന്ന് വേർത്ത് കഴിഞ്ഞാൽ സെറ്റ് ആവട്ടെ. ഞാനിപ്പോൾ അതേ പുറപ്പെട്ടിട്ട് ഇറങ്ങിയല്ലോ. അപ്പോൾ ഒന്ന് സെറ്റ് ആവണം മേക്കപ്പൊക്കെ. അതുകൊണ്ടാണ് ഈ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതേ കണ്ട, ഞാൻ ഇവർക്ക് ഇവിടെ ചായയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പോയതാട്ടോ. ഇതുവരെ കുടിച്ചില്ല. ഞാൻ വന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന ഒരാൾ. ഇത്ര നേരം ഞാൻ മാറ്റുന്ന സമയത്ത് വേഗം മാറ്റി സമയമില്ല പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. എന്ത് ഞാൻ ഷടപ്പടേന്ന് മാറ്റി എടുത്തതാട്ടോ. ഞാൻ വരുമ്പോൾ ഇന്നെ കാത്തിക്കുക ചായ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാരി നമ്മുടെ സിന്ധു ചേച്ചി അയച്ചെന്താട്ടോ. ഞാൻ ഇന്നാളൊരു ഷോർട്സിൽ കാണിച്ചെന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി. വർക്കൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. സിമ്പിളായിട്ടേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഗൈസ്, ഞങ്ങളിനി ഇറങ്ങാണ് കേട്ടോ. അതിൽ വിട്ടിക്കോ. കാക്കോലും ഉണ്ടിരിക്കാല്ലേ. ഞങ്ങളപ്പോ ഇറങ്ങി പന്തിരങ്കാവാട്ടോ പരിപാടി. അപ്പോൾ 11:30 ആകുമ്പോഴേക്കും അവിടെ എല്ലാവരും എത്തും. നമ്മൾ വേഗം പോട്ടെ. പറയാനില്ല. ഇവിടെ ഏറ്റവും ടാസ്ക് വണ്ടി സൈഡാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞു ഊടുവഴികളാവും. അങ്ങനെ ആദർശാനും പൊന്നൂസും കൂടിയിട്ട് വണ്ടി സൈഡാക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഈ ഒരു കയറ്റം കയറിയിട്ട് ഒരു വീട്ടിലാണ് ഇത് സംഭവം കയറ്റി വെച്ചേ. പക്ഷെ കുറേ നേരം വരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും ഇവരേനെ ഇങ്ങോട്ട് കാണുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കി. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇതേ ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ അതേ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കായിരുന്നു കേട്ടോ. ഇവിടെ വന്ന പോസ്റ്റ് ആവുമെന്ന് ചെറിയ പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും കണ്ടപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ച് അങ്ങനെ നിന്നു. അധികം പോസ്റ്റ് ആവില്ല കേട്ടോ. ഇവിടുത്തെ കസിൻസ് ഫുൾ നല്ല കമ്പനിയാണ്. എല്ലാവരും ഭയങ്കര ഇതാണ് കേട്ടോ. പിന്നെ ഇതാ റിജ് വല്യമ്മമാരെ മറ്റേ ചെക്കൻ്റെ വീട്ടുകാർ വരുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് പ്രീതി വലിയച്ഛൻ്റെ മോളുടെയാണ് എൻഗേജ്മെൻ്റ് ഉള്ളത്. പിന്നെ ഇതാ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നു. അവിടെ അവർ കല്യാണത്തിൻ്റെ ഡേറ്റോ പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംസാരിക്കില്ല ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട്. ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവരും ഇങ്ങനെ നോക്കിക്കാണ്. ആ പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ്. ഇതാണ് എൻ്റെ വലിയച്ഛൻ്റെ മോള്. കുഞ്ഞിന്നാണ് പേര്. കുഞ്ഞിന്നായിട്ട് വിളിക്കുക. ചേച്ചി ശരിക്കുള്ള പേരെന്താ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. കുഞ്ഞി ചേച്ചി എന്ന് വിളിച്ചിട്ടേ എനിക്ക് അങ്ങനെ അറിയുള്ളൂ. കാണുമ്പോൾ ചേച്ചി എൻ്റെ അനിയത്തിയാന്ന് തോന്നും. പക്ഷേ ഈ ചേച്ചി നമ്മുടെ ആദർശ
ആദർശേൻ്റെ ഒപ്പാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വല്യമ്മമാരെ. ഇത് നമ്മുടെ അച്ചാച്ചൻ്റെ അനിയൻ്റെ മക്കളുടെ ഭാര്യമാരാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നല്ല കമ്പനിയാണ്. നമ്മുടെ വീട്ടിലും എന്തൊരു ആവശ്യമുണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കല്യാണത്തിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അത്രയും സപ്പോർട്ടായിട്ട് നിന്നാട്ടോ വലിയച്ഛന്മാരും പാപ്പന്മാരും വലിയമ്മമാരും എല്ലാവരും. നടുക്ക ഓള് നിൽക്കണ്ട കേട്ടോ ആര്യ. ഓള് വന്നതല്ലേ അപ്പൊ നടുക്ക് നിൽക്കണം. യൂട്യൂബ് എനിക്ക് പബ്ലിസിറ്റിക്ക് താല്പര്യമില്ല. ചിരിക്കല്ലേ ഇവിടെയൊക്കെ പ്രശ്നത്തെ അറിയാൻ ചിരിച്ചാല് പള്ളിക്കാറാ വോയിസ് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. വോയിസ് ഒക്കെ കിട്ടൂലേ ചിലപ്പോഴേ വരുള്ളൂ. പാവന്റെ അശ്വതി മാമനെ ഞാനൊന്ന് സ്നേഹിക്കാൻ പോയതാ. പക്ഷെ അതിന്റെ കയ്യത്തെ ചായയൊക്കെ തട്ടി മേത്തും നെൽട്ടൊക്കെ പോയിട്ടാ. പിന്നെ ഇതാ റിംഗ് എക്സ്ചേഞ്ചിനുള്ള സമയമായി. അപ്പൊ ചേച്ചി അങ്ങോട്ട് പോവാൻ കേട്ടോ. എനിക്ക് ചേച്ചിയുടെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇത് എല്ലാവരും സ്റ്റേജിലൊക്കെ കയറി ചെക്കൻ്റെ അമ്മയും അച്ഛനും വല്യമ്മയും വല്യച്ഛനും എല്ലാവരും കൂടിയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പൊ ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ സമയത്ത് റിംഗ് എക്സ്ചേഞ്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പെട്ടെന്നായിരുന്നു, നമ്മളൊന്നും വിചാരിക്കാത്ത സമയത്തായിരുന്നു എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന്റെ അന്നാണ് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കേണ്ട ഇതിലാണ് കേട്ടോ. പിന്നെ സ്വാതി ചേച്ചി, ഈ കുഞ്ഞി ചേച്ചിക്ക് മൂത്തത് ഒരു സ്വാതി ചേച്ചിയാണ്, പിന്നെ ഒരു അനിയനാണ് കേട്ടുള്ളത്. അപ്പോൾ സ്വാതി ചേച്ചിയുടെ എൻഗേജ്മെന്റിന് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ സ്വാതി ചേച്ചിയുടെ എൻഗേജ്മെന്റ്. ഈ സ്വാതി ചേച്ചി എന്ന് പറയുന്ന ആള് നമ്മുടെ ദൃശ്യേച്ചിയുടെ ഒപ്പാണ് കേട്ടോ. ഈ കുഞ്ഞി ചേച്ചി ആദർശേൻ്റെ ഒപ്പം. ഇവരെ കണ്ട അത്രയ്ക്ക് ഏജൊന്നും തോന്നിക്കില്ല അല്ലേ. പക്ഷെ എൻ്റെ കസിൻസിൽ ഇവിടെ കല്യാണം കഴിച്ച് വന്ന വീട്ടിലെ എല്ലാവരും എന്നേക്കാൾ മൂത്തതാണ്. ഒരാൾ മാത്രമാണ് എന്നേക്കാം ഇളയതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ കസിൻസ് ഫുൾ എന്നേക്കാം 2 വയസ്സിന് മൂത്തതും 1 വയസ്സിനും 6, 7 വയസ്സിനും 8 വയസ്സിനൊക്കെ മൂത്തവരാണ് കേട്ടോ. പക്ഷെ ഇവരാരും കല്യാണം കഴിച്ചിട്ടില്ല. ദൃശ്യേച്ചിയുടെ ഒപ്പമുള്ള ചേച്ചി കഴിഞ്ഞ വർഷമാണ് കല്യാണം കഴിഞ്ഞത്. ഇപ്പം ആദർശേൻ്റെ ഒപ്പമുള്ള ചേച്ചി ഇതേ ഇപ്പോഴാണ് കേട്ടോ ആളുടെ എൻഗേജ്മെൻറ്റ്. കല്യാണം ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ ഇങ്കു ചേച്ചി, പിങ്കി, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. ഇനിയും ഞങ്ങളുടെ തറവാട്ടിൽ ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ഞാൻ മാത്രം ഔട്ടോ ഈ 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നേക്കണത്. കാരണം മാർച്ച് 13-ാം തീയതി എനിക്ക് 21 വയസ്സായി. പിന്നെ ഏപ്രിൽ 2-ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആകുമ്പോഴേക്കും എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടാ ഇപ്പം തന്നെ വേണ്ടായിരുന്നു, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതവിടെ കഴിഞ്ഞ്. ചിരിക്കാര് ബ്രഹ്മ ചിരിക്കുക. ഹലോ, എന്തൊക്കെ മിസ് ചെയ്തില്ലേ? പിന്നെ ഇതാ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളപ്പോൾ കുറേ നേരം അകത്തിരുന്നു കേട്ടോ. കുറേ നേരം പുറത്തൊന്നും ഇരുന്നില്ല, അകത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. ആദർശൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കസിൻ സിസ്റ്ററാണ് ആവണി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഏറ്റവും ഇളയത്. ഇവളിപ്പോൾ +1 കഴിഞ്ഞു, +2ക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആദർശൻ്റെ കസിൻസിനെ പറ്റി പറയണേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് പറയാൻ പറ്റിയ ആദർശനാണ്. എനിക്ക് ഇവരാകെ 2 വർഷത്തെ പരിചയമുള്ളൂ. ഗൈസ്, അപ്പോൾ കസിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അച്ഛൻ ഫാമിലിത്തെ കസിൻസ് ആട്ടോ. അതായത് എല്ലാവരും എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ലേഡീസാണ്. അതായത് എനിക്ക് പെങ്ങന്മാർ, അതായത് അനിയത്തിമാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അനിയെന്നൊക്കെ പറയുമ്പോൾ ഒരു 1-2 പേരൊക്കെ തന്നെ. പിന്നെ എല്ലാം ചുടുങ്ങളാണ്, ചെറുതാണ്. ഇതിപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കണം, അങ്ങനെ എന്താ വെച്ചാൽ കുറേ കാലമായി എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട്. ഇതിപ്പോൾ എന്താ പറയുക, കുറച്ച് കാലത്തിന് ശേഷം ഒരുമിച്ച് കണ്ട സ്ഥിതിക്ക് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കുറേ കാലമായിട്ട് കാണാത്തതിൻ്റെ പരിഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മിനിമൈസ് ചെയ്ത് നമ്മൾ സെറ്റായിട്ട് പോകുന്നൊരു കാഴ്ച. പരിപാടിക്കൊന്നും ഇപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ട്. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന്, അതായത് അച്ഛമ്മമാരുണ്ടായിരുന്നു, ഒരുപാട് പാപ്പന്മാരും വലിയച്ഛന്മാരും എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ നല്ല ഹാപ്പി. കാരണം ഇങ്ങനൊരു ഇത് ഇപ്പോൾ എന്താ പറയുക, അച്ഛൻ മരിച്ചതിന് ശേഷം പൊതുവേ പരിപാടിക്കൊക്കെ പോകാൻ എനിക്ക് കുറച്ച് മടിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് പോകണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം തോന്നി. അങ്ങനെ പോയത് നന്നായി. എല്ലാവരും കണ്ട് സംസാരിച്ച് എല്ലാവരും കൂടി ഹാപ്പിയായി അടിപൊളിയായിട്ട് തന്നെ നിന്നു. ഇവിടെ എല്ലാവരുടെ അടുത്തും ഞാനാട്ടോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സമയത്ത് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറേ സൈലൻ്റ് ആയിപ്പോയി. പക്ഷേ ഈ പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ എല്ലായിടത്തും കിടി എന്ന് സംസാരിച്ച് തുടങ്ങി. എന്താ പറയുക, ഒരുപാട് നമ്മൾ മിസ്
ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ പോടെ നമ്മളെ ലൈഫിലേക്ക് തിരിച്ചു വന്നൊരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. ഗൈസ് ഇതൊന്നല്ല ഞങ്ങളെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് സ്വാതി ചേച്ചി ഇപ്പോൾ ഇവിടെ എല്ലാം പുറത്താണ്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ദൃശ്യ, അവൾക്ക് വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഓൾക്കും വരാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും കൂടി ഇന്ത്യയിൽ അടിപൊളിയാവുന്നു. പിന്നെ അതിനൊക്കെ പറയാൻ എപ്പോഴാണ് നമ്മൾ പൊന്നൂസിനെ ഇറക്കിയത് ഇപ്രാവശ്യം വയനാട്ടിൽ നിന്ന്. ഗൈസ് അപ്പോൾ ഇതൊന്നല്ല നമ്മളെ അച്ഛൻ ഫാമിലി പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും കൂടി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല സത്യം പറഞ്ഞല്ലേ. പോയി എല്ലാവരോടും സംസാരിച്ച് നിന്നപ്പോൾ തന്നെ കുറേ അങ്ങോട്ട് ടൈം അങ്ങോട്ട് പോയി. പിന്നെ ഫുഡ് കഴിക്കാനായി. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി അച്ഛൻ്റെ ഫാമിലി, അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ കിട്ടിയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് എടുക്കാനും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോ സെക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിതേ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. ബിരിയാണി ആയിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. നമ്മൾ ബിരിയാണി കഴിച്ച് മടുത്ത് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. പക്ഷേ ഈ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കാരണം നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, നമ്മൾ കൈയൊക്കെ കഴുകി കേട്ടോ. പിന്നെ ഇതാണ് അക്ഷയേട്ടനും മഞ്ജുനേച്ചിയും. ഇവരുടെ കല്യാണത്തിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലായിരുന്നു കേട്ടോ ഇവരുടെ കല്യാണം കഴിഞ്ഞേക്കണത്. അത് ആദർശേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാലുണ്ടല്ലോ നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടുവന്നിട്ടുള്ള, അതായത് അംഗൻവാടി തൊട്ട് നമ്മൾ ഒരുമിച്ചുണ്ടാവുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഗൈസ് അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ആൾ ചെറുതാണെങ്കിലും വളരെ വക്കീലാണ്, ഒരുപാട് കേസുള്ള വക്കീലാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെ ഫാമിലിത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ എടുത്ത് വെച്ച് പറയാനുള്ളൊരു ഗ്യാപ്പ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഓരോ വീഡിയോസിൽ നമുക്ക് കാണുന്നവരൊക്കെ ഇങ്ങനെ ഇൻട്രോ ചെയ്തിട്ട് വരാം. ഇത് വലിയച്ഛന്മാരും പാപ്പന്മാരും മേമ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ നമ്മുടെ ഫാമിലിയെ ഫുള്ളായിട്ട് പഠിക്കാൻ നമ്മൾ കുറച്ച് ടൈം എടുക്കുന്ന സംഭവം സത്യം തന്നെയാണ് കേട്ടോ. കാരണം വലിയൊരു ഫാമിലി തന്നെയാണ്, ഒരുപാട് പേരുണ്ട് കേട്ടോ ഫാമിലിയിൽ. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ്, ഫംഗ്ഷൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഉത്സവം വരുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടാറ് കേട്ടോ. പിന്നെ അഞ്ജനേച്ചിക്കും അക്ഷയനും നേരത്തെ പോകണമായിരുന്നു കേട്ടോ. അവരുടെ വീട്ടിൽ വേറെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ വേഗം ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോസ് ഒരുമിച്ച് എടുത്തു കേട്ടോ. അങ്ങനെ അവർ ബായൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങി കേട്ടോ. പിന്നെ ഇതൊരു മാമനാണ് കേട്ടോ. എല്ലാവരും നല്ല കമ്പനി കേട്ടോ. നമ്മളതിനങ്ങനെ പോസ്റ്റ് അടുപ്പിക്കില്ല. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ പോസ്റ്റ് ഔട്ടിക്ക് ആദർശേട്ടനോ ഞങ്ങൾ ദൃശ്യേച്ചി അമ്മയൊന്നും ഇല്ലെങ്കിൽ എനിക്കെന്തോ മാതിരി ചടപ്പാണ്. പക്ഷേ ഇവരൊക്കെ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റാണ് കേട്ടോ. പിന്നെ ഇത് ആദർശേട്ടനും അശ്വതി ആവണിയൊക്കെ കൂടിയിട്ട് ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങളും ഒരുമിച്ച് ഫോട്ടോസ് എടുത്തു. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെ ഒപ്പം നമ്മളും ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി കേട്ടോ. ചേട്ടൻ്റെ വീട് കണ്ണൂർ ഏതോ ഭാഗത്താണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി വെറുതെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ആദർശേട്ടനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ട്രോളിയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ ഇപ്പോൾ വിളിക്കേണ്ടത് നമ്മുടെ കസിൻസിനെയാണ് കേട്ടോ. അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്കു ചേച്ചി, പിങ്കി, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരേനെ കൂടിയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ഇവരൊക്കെ ഞങ്ങളുടെ വലിയച്ഛൻ്റെ മക്കളാണ് കേട്ടോ. വയനാടാണ് അവരുടെ വീട്. പിന്നെ ഇവരിങ്ങോട്ട് വരുമ്പോൾ വല്ല ഉത്സവത്തിനോ അതുപോലെ തന്നെ വല്ല ഫാമിലി ഫംഗ്ഷൻ ഇതുപോലെയൊക്കെ ഉണ്ടാകുമ്പോഴാട്ടോ ഇവരേനെ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കാറ് കയറ്റിയിട്ടതിൻ്റെ റോട്ടിൽ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു കാറ് പാർക്ക് ചെയ്തിട്ടേക്കണം. അപ്പോൾ അത് ആരുടെ കാറാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് എടുത്ത് മാറ്റാതെ നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പൊന്നൂസ് അവിടെയൊക്കെ പോയി ആരെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നു. അങ്ങനെ കാർ അവിടെ നിന്ന് മാറ്റിടാൻ നിൽക്കാനുണ്ട്. അങ്ങനെ ആദർശമായിട്ട് ഇതേ കാർ ഇങ്ങനെ തിരിച്ചിടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വലിയ കയറ്റത്തു നിന്നാണ് കാർ ഇങ്ങനെ ബാക്ക് എടുത്ത് വരണത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാൻ വേഗം ഒരു മതിലിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് കയറി നിന്നു. കാരണം എനിക്ക് എന്തോ ഒരു പേടി തോന്നിയിട്ടു ആ സമയത്ത്. അങ്ങനെ ഇതാ ഞങ്ങൾ കാറൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ കാറൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ വണ്ടിയിലൊക്കെ കയറി അതല്ല ഞങ്ങളിപ്പോ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ കുറെ വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ കുറെ പേരെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നിട്ടും എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുവിധം കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാനിത് എല്ലാവരെയും കാണിച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ നമ്മളൊരു പരിപാടിക്ക് പോയിട്ട് പിന്നെ അവിടെ എത്തി കഴിയപ്പോൾ നമ്മളെല്ലാവരും കണ്ടപ്പോഴേ സംസാരിച്ച് ഫുൾ ചില്ലായിട്ട് അങ്ങനെ വീഡിയോ ഫുൾ എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? സർപ്രൈസ് ഇനി അടുത്തായിട്ട് നമ്മൾ നേരെ തൃശ്ശൂർ. ഗൈസ് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിട്ടോ. പിന്നെ ഞങ്ങളൊരു ഡാൻസിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുട്ടോ, ഡാൻസ് കളിച്ചിട്ട്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് വലിയൊരു പഠിപ്പിച്ച് തന്നാൽ അത്രയും ടൈം എടുത്തിട്ടാണ് ഞാൻ ഡാൻസ് സ്റ്റെപ്പൊക്കെ പഠിക്കാറ് കേട്ടോ. അങ്ങനെ മാത്രം ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു പാട്ടൊക്കെ വെച്ച് എന്തായാലും കളിക്കണം എന്നൊക്കെ വിചാരിച്ചിറങ്ങി. പക്ഷെ ഒക്കെ ചീറ്റിപ്പോയി. എനിക്കും അറിയില്ല, ആദർശേട്ടനും അറിയില്ല കേട്ടോ.
ഗൈസ് അപ്പം ഗൈസ് ആകെ വയർത്തു. ഞങ്ങൾക്ക് ഡ്രസ്സ് മാറണം, ഡ്രസ്സ് എടുത്തേക്കാനുണ്ട്, തൃശ്ശൂർക്ക് പോകണം. അപ്പോൾ ഒന്നും ഞാൻ ഒതുക്കി വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കട്ടെ കേട്ടാ. ഗൈസ് ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ തൃശ്ശൂർക്ക് പോവാണ് കേട്ടാ. ആരോട് ഐസ്ക്രീം കഴിക്കണേ? ആമി ഐസ്ക്രീം